ആർമിയിലെ റൂള്, ആർമിയിലെ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഡിഫറൻ്റ് ആണ്, ഒരു ഇക്വാലിറ്റി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ മേൽവിലാസം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അതില് കോർട്ട് മാർഷലിൽ കാണുന്നത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥര് താഴെയുള്ള ജീവനക്കാരോട് പെരുമാറുന്ന രീതി. പേരെന്താ? എൽദോ. എൽദോ, എനിക്ക് കാര്യമില്ല, ഞാൻ പടം കണ്ടിട്ടുള്ള രാംദാസിന്റെ പടം. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പടമാണ്. ഓക്കെ, ആ ഇംഗ്ലീഷ് പടത്തിനകത്ത് ഒരു നൈജീരിയൻ ക്യാരക്ടർ പട്ടാളക്കാരനും ഒരു ഇംഗ്ലീഷ് ഓഫീസറും തമ്മിലുള്ള ഡിസ്പാരിറ്റിയാണ് കാണിച്ചത്. അതിനെ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. സത്യം പറയാൻ പറഞ്ഞു, ഞാൻ 4 വർഷം ഞാൻ പട്ടാളക്കാരനായിട്ട് സർവീസ് ചെയ്തു. ഒരു സിപ്പായി ലാൻസ് നായക്കായിട്ട് സർവീസ് ചെയ്തു. എൻ്റെ ജാതി ഏത്, എൻ്റെ നിറം ഏത്, ഇതൊന്നും ചോദിച്ചിട്ട് ഒരു ഓഫീസറുമില്ല. എന്നെ ഈ 4 വർഷത്തിൽ പഠിപ്പിച്ച് വലുതാക്കിയത് ആരാണെന്ന് പറയും. എന്നെ ഇന്ന് നിൽക്കുന്ന ഇന്നും നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ അടക്കം ഞാൻ തരാം, വിളിച്ച് ചോദിക്കാം. അന്ന് ക്യാപ്റ്റൻ FU അഹമ്മദ്, ഫക്രുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലക്നൗകാരൻ എൻ്റെ ഓഫീസർ, കേണലായിട്ട് റിട്ടയറായി. അപ്പോൾ അവിടെ ഇല്ലാത്ത ഡിസ്പാരിറ്റി ഞാൻ എങ്ങനെ പറയുന്നത്? ഇത് കാണിക്കുന്നത്, അത് കാണിച്ചത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണിക്കില്ല. കാരണം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഒരു പാർത്ഥിപന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇവിടെ ഒരു സുരേഷ് ഗോപി അല്ലേ ഇരുന്നിട്ട്, സുരേഷ്, ഈ രണ്ടിൻ്റെയും ക്യാരക്ടർ പട്ടാളത്തിൽ ഇല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്പാരിറ്റീസ്. ജാതി പറഞ്ഞൊന്നും ചെയ്യില്ല. കാരണം അവിടെ എത്രയും അവിടെയുണ്ട്. ഇപ്പം ലൈറ്റ് ഇൻഫൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ വേണ്ടി പറയാം, സിഖ് റെജിമെന്റ് എന്ന് പറയും. അതുപോലെ സിഖ് ലൈറ്റ് എന്ന് പറയും. സിഖ് ലൈ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സുകളാണ്. സിഖുമാരുടെ ഉള്ളിലുള്ള ക്ലാസ്സുകളിൽ അവരുടെ യൂണിറ്റ് സെപ്പറേറ്റ് ഉണ്ട്. അതിനെ കമാൻഡ് ചെയ്യുന്നത് ഏത് ഓഫീസർക്ക് എവിടുന്ന് വേണമെങ്കിലും, ഞാൻ മലയാളി അടക്കം പോയിട്ട് കമാൻഡ് ചെയ്യും. അപ്പം അവിടെ ഈ കണ്ടിട്ടുള്ളത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ നടക്കില്ല. സിനിമയില് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഞാനത് 100% ഞാൻ വന്നിരിക്കുന്ന പട്ടാളത്തിനകത്ത് നെവർ ഡു ദാറ്റ് കൈൻഡ് ഓഫ് കളർ ഡിസ്ക്രിപ്ഷൻ, ജാതി പറച്ചത്. അവിടെ മോനെ ഞങ്ങളുടെ ഒരു കൂരയ്ക്കകത്ത് ഈ 3 ദൈവങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള സ്ഥലമാണത്. ഒരു കൂരയ്ക്കകത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരിക്കും, ഈശോ ഇവിടെ ഉണ്ടായിരിക്കും, ഖുറാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പുറത്ത് സർദാർമാരുടെ ഗുരുഗ്രന്ഥ സ്ഥാപനം വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള പട്ടാളത്തിനകത്ത് ഇതുപോലൊരുത്തിൻ്റെ കളർ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം വരുമെന്നുള്ളത് തോന്നുന്നുണ്ടോ? അതൊരു ഇംഗ്ലീഷ് പടമാണ്. ആ പടത്തിൽ നിന്നാണ് രാംദാസിന് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് ആക്കി. പക്ഷെ അതിനെ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടാൽ ഞാൻ പറയാം യെസ് അങ്ങനെ ഉണ്ട് മോനെ എന്നുള്ളത്. ഇല്ല, എന്നാ നീ കുറെ ചോദ്യം എവിടെയൊക്കെ അതെ. ഞാനേ ഇവർക്ക് സാറേ ഇവർക്കൊരു ന്യൂസ് കണ്ടന്റ് കൊടുക്കാം. ന്യൂസ് കണ്ടന്റ് ഞാൻ നമ്മുടെ ആരാധ്യനായിട്ടുള്ള മേജർ രവി സാറിനെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കുക. അഭിപ്രായം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. ദേശ്മുഖിൻ്റെ നാടകമാണ് മേൽവിലാസം ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം സാറ് പറഞ്ഞത് ഇപ്പോഴത്തെ അറിവാണ്. ശരിയാണ്, ലോകത്ത് മുഴുവനും മനുഷ്യരാണ്. മനുഷ്യർ പ്രവർത്തിക്കുന്നിടത്ത് തെറ്റുകളുണ്ടാകും. അത് ചിലപ്പം നമ്മൾ ജീവിച്ച് വളർന്ന ഇടങ്ങളിൽ നിന്നും അത് രൂപപ്പെട്ടിട്ടുള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ജാതി പ്രവർത്തിക്കും, മതം പ്രവർത്തിക്കും. അത് ഇന്നതാണെന്ന് നമുക്ക് മറ്റൊരാൾ കറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത്. പട്ടാളത്തിൽ അതില്ല എന്ന് സാറ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, സാറ് നിന്ന സ്ഥലത്ത് അത് ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ അത്തരത്തിൽ കാരണം ഒരു കൃത്യമായിട്ടുള്ളൊരു നിയമ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വരില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടായേക്കാം. ആ ഒരു സാധ്യതയെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മേൽവിലാസം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം. നമ്മുടെ ഈ മനുഷ്യരുള്ളിടത്ത് മാത്രമാണ് ഇതെല്ലാം പ്രശ്നമുള്ളത്, ഇല്ലേ? മനുഷ്യർക്കല്ലേ ഇതെല്ലാം. അവർ ഇപ്പം ചിലപ്പം നമ്മൾ തന്നെ വിദ്യാഭ്യാസമായിട്ട് ഇത്തിരി ഒന്ന് താഴ്ന്ന, ഇല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നൊരു മനുഷ്യനോട് വിദ്യാഭ്യാസമുള്ളൊരു ഇടപെടുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാകും. ദൂരെ മാറി നിൽക്കുന്ന ഒരാൾക്കായിരിക്കും ആ ഇടപെടലിൽ ചിലപ്പം ഏറ്റവും നന്നായിട്ട് മനസ്സിലാവില്ല. ഇപ്പം സാറ് നിന്ന സ്ഥലത്ത് അതൊന്നും ഉണ്ടായിന്ന് വരില്ല, സമ്മതിക്കില്ല. അതെ, പക്ഷേ
ഉണ്ട് എന്നത് പോലീസിലുണ്ട്, സാധാരണ കച്ചവട സ്ഥാപനങ്ങളിലുണ്ട്, മനുഷ്യർക്കിടയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള അസമത്വം അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. നിറത്തിൻ്റെ പേരിൽ, എന്തിനാ കഷണ്ടി വന്നതിൻ്റെ പേരിൽ അസമത്വം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞത് അപ്പം നമുക്ക് പട്ടാളത്തിൽ അതില്ല എന്നല്ല, അതുണ്ടാവും. മനുഷ്യരാണ് അല്ലേ? എല്ലാം തുടക്കം എവിടുന്നായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ, ഇത് പട്ടാളം എന്നുള്ളതല്ല, പോലീസ് എന്നുള്ളതല്ല, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ സമൂഹം ഇനിയും ഉണരേണ്ടത്. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് അച്ഛനമ്മമാർ മറക്കുകയാണ്. ഈ വർണ്ണവിവേചനം, ജാതി വിവേചനം, അല്ലെങ്കിൽ അയലോക്കക്കാരൻ അതാണ്, അവൻ മറ്റതാണ്, ഇവൻ ഇതാണ് എന്ന് വീട്ടിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. ഇത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലാത്തത് കേട്ട്, ഓ അത് ശരിയല്ല അല്ലേ, അവൻ തൊപ്പിയിട്ട് മദ്രസയിൽ പോകുന്നല്ലേ, അത് വീട്ടിൽ സംസാരിച്ചിട്ടാണ്. നേരത്തെ അത് വീട്ടിൽ സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ തൊപ്പിയിട്ടാലും ഓക്കെ, ഇവൻ ചന്ദനക്കുരി തൊട്ടാലും ഓക്കെ, അല്ലെങ്കിൽ കുരിശ് കഴുത്തിലും ഒരു പ്രശ്നമില്ല. അത് വളർത്തുന്നിടത്താണ്. കാരണം എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും അമ്മയെക്കുറിച്ച് പറയുന്നത്. ഇതുകൊണ്ടാണ്. പിന്നീടാണ് പറയുന്നത് അമ്മ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള അമ്മ. അതുകൊണ്ട് സിനിമയിൽ കണ്ടത് പട്ടാളത്തിൽ നടക്കുന്നത്, ഇപ്പം എന്നെപ്പോലെ ഒരു ഓഫീസറാണെങ്കിൽ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവന് ഇടി ഉറപ്പായിരിക്കും. അല്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ബിക്കോസ് ഇതൊക്കെ എന്തൊരു സ്വഭാവമാണ് മനുഷ്യൻ്റെ. ഒരു മനുഷ്യനെ കളർ വെച്ചിട്ട്, അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞു, ഞാൻ വലിയൊരു തറവാട്ടിലൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ കളിച്ചാൽ വളർന്ന് എൻ്റെ വീട്ടിൽ കന്നിനെ നോക്കുന്ന കുട്ടികളുടെ കൂടെയായിരുന്നു. അത് ഏത് ജാതി മതം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പം അവരുടെ ഒന്നും വേർപ്പനില്ലാത്ത ഒരു തൊട്ടുകൂടായ്മ എനിക്ക് മറ്റുള്ളവർ കണ്ടിട്ടില്ല. പിന്നെ പട്ടാളത്തിലൊന്നും നടക്കുള്ളൂ. കാരണം താൻ കൂടെ നടക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വർണ്ണവിവേചനം ഇതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്നതാണെങ്കിൽ ഇവൻ എപ്പോൾ വെടിവെച്ചു എന്നത് അറിയില്ല. അങ്ങോട്ടായിരിക്കില്ല, ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് ഈ വികാരങ്ങൾക്ക് പട്ടാളത്തിൽ ഒരു സ്പേസും ഇല്ല. പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ പലരും ഗവൺമെന്റ് സാധ്യതകൾ, ഐ മീൻ ആ ജോലി, അവരുടെ സേവനങ്ങൾ കിട്ടാൻ വേണ്ടി പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഒരു നിശ്ചിത ശതമാനം ആളുകൾ, എല്ലാവരും അല്ല. അപ്പൊ അത്ര ആളുകൾ രാജ്യസ്നേഹത്തോട് മാത്രമല്ല ഒരു പട്ടാളത്തിൽ പോകുന്നത്. മോനെ, ഞാൻ ഒരിക്കലും രാജ്യസ്നേഹിയായിട്ടില്ല. ഞാൻ പട്ടാളത്തിൽ പോയി തുറന്നില്ല. 17.5 വയസ്സിൽ നാട് വിട്ട് ഓടിപ്പോയിട്ട് പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ട വ്യക്തിയാണ്. അന്ന് എനിക്ക് എന്ത് രാജ്യസ്നേഹം? അന്ന് നിങ്ങളെപ്പോലുള്ള മീഡിയ ഇല്ല, ടി വി ഇല്ല, ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് എന്ത് സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പട്ടാള സിനിമകളും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് അച്ഛൻ്റെ ബ്രദേഴ്സ് മുഴുവൻ പട്ടാളക്കാർ, അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താക്കന്മാർ 2 പേരും പട്ടാളക്കാർ. അപ്പം കാണുന്ന മുഴുവൻ പട്ടാളം. പിന്നെന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ നോക്കി 8ാം ക്ലാസ്സേ ഉള്ളൂ. അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു? പഠിക്കേണ്ടാത്തൊരു സ്ഥലം പട്ടാളമാണ്. അങ്ങനെ ഞാൻ 9ലും തോറ്റു, 10ലും തോറ്റു. അത് കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൽ പോയതാണ്. അവിടെ ചെന്ന് ഞാൻ അറിയാതെ രാജ്യസ്നേഹിയായിട്ടുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു കൂട്ടായ്മ വരികയാണ്. നേരത്തെ ചോദിച്ചാൽ ഈ കൂട്ടായ്മ ഒരു സ്ക്വാഡ്. എൻ്റെ തന്നെ ഒരു ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടായി. ഒരാളെ അടിച്ചു. അതിൻ്റെ പേരിൽ എൻ്റെ എൻക്വയറി ഒക്കെ നടന്നു. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എന്ത് പറ്റി? ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈ സ്ക്വാഡ്, രവീന്ദ്രനുള്ള സ്ക്വാഡ് ഏതാണെന്നുള്ളത് 872. എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനും ആ സ്ക്വാഡ് വേണം. എന്തിനാണെന്നറിയുമോ? ഈ എല്ലാവരും കൂടെ ഉണ്ട്. എന്നെ ഒറ്റയ്ക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ 20 ആൾക്കാരും പണിഷ്മെന്റ് വാങ്ങിക്കുന്ന എന്തുകൊണ്ട്? ഞാൻ ചെയ്ത തെറ്റിന്. നാളെ മറ്റവൻ ചെയ്യുന്ന തെറ്റിന് ഞാനും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ കൂട്ടായ്മ വരുന്നത്. പിന്നെ ആരും നമ്മൾ കുറ്റം പറയില്ല. അങ്ങനെ ഒരു ട്രെയിനിങ്. അപ്പം ഞാൻ ആലോചിക്കും, ഇത് എന്തിനീ ഒരാൾ ചെയ്ത കുറ്റത്തിന്? ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇത് മാറിയെന്നുള്ളത് കത്തെഴുതുമ്പോഴാണ് നമ്മൾ വിചാരിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഓണത്തിന് അമ്മ വിളിക്കുന്ന സമയത്ത്, അമ്മ ഈ പണ്ടാറക്കടന്മാർ വിടുന്നില്ല, അതാണ് ഇവിടെ എല്ലാം നമ്മൾ തെറിയൊക്കെ വിളിക്കും. പിന്നീട് നമ്മൾ അറിയാതെ കത്തെഴുതാണ്, അമ്മ ഇവിടെ എല്ലാവരും മലയാളീസാണ്, എല്ലാവർക്കും ലീവ് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല, ഇപ്രാവശ്യം എനിക്ക് ലീവില്ല അമ്മ, അപ്പോൾ ഈ ഓണത്തിന് ഞാൻ വരുന്നില്ല. കത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നീ ആലോചിച്ച് നോക്ക്, യു ബിഗെയിം പെട്രിയോട്ടിക് ബിക്കോസ് യു സ്റ്റാർട്ട് തിങ്കിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കും വേണ്ടി കൂടെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നീ ഒരു ദേശസ്നേഹി ആവുന്നത്. അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്കുണ്ട്. ഇന്ന് കുട്ടികൾ കാണുന്ന സിനിമകൾ
അവർ ഓരോ സിനിമയിലുള്ള ആ സ്പിരിറ്റ് വെച്ചിട്ട് സർ ഐ വോണ്ട് ജോയിൻ എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് പലരും അവിടെ വരുന്ന ആ പെട്രിയോട്ടിസത്തിൻ്റെയാണ് ഇന്നത്തെ കുട്ടികൾ വരുന്നത്. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾ എൻ്റെ അക്കാഡമിയിൽ. അവരെല്ലാം ആ സ്പിരിറ്റാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് പെട്രിയോട്ടിക് ആയതുകൊണ്ടാണ് ഇവിടെ അവിടെ ചേർന്നത്. അവിടെ ചെന്നാൽ ഓട്ടോമാറ്റിക്കലി ആയിക്കോളുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചോദിച്ചല്ലോ, മേൽവിലാസം, ഈ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ന്യൂട്രലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു സ്റ്റേജ് നമ്മൾ കാണുന്ന സമയത്ത് വി ബിക്കം ഡിഫറെൻറ്റ്. ഒരിക്കലും ഞങ്ങൾ ഡിസ്പാരിറ്റി കാണിക്കാറില്ല. എനിക്ക് ഈ സിനിമയെ കുറിച്ച് നീ വല്ലതും ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ ഡയറക്ടറോട് തിരക്കില്ല. നിങ്ങൾക്കെല്ലാവരും സമയമുണ്ടോ?